ഹലോ, ഞാൻ അങ്ങോട്ട് ഇത്രയും തളർന്ന് മുഖത്ത് കൈയും വെച്ച് പോകണമെന്നല്ലേ. എനിക്ക് എന്നും അതെ, ജോലി കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ പോകണ നേരത്ത് ഒരു 6 മണി നേരം വിളിക്കും, ഭയങ്കര വിശപ്പാണ്. വേറെ ഒന്നല്ല കേട്ടാ, ഞാൻ രാവിലെ 8 മണിക്ക് ഓഫീസിലേക്ക് എത്തണതാ. പിന്നെ പോകണത് വൈകിട്ട് 6 മണിക്കാണ്. വീട്ടിലൊക്കെയാണെങ്കിൽ നമുക്ക് ആ നേരത്തൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ വായയ്ക്ക് പോകും, ഇടയ്ക്കും തലയ്ക്കായിട്ട്. പക്ഷേ ഓഫീസിൽ അത് പറ്റില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്യും, എനിക്കൊരു 6 മണിയാകുമ്പോഴേക്കും വിശക്കുമ്പോൾ ഞാൻ പറയും ചേട്ടനോട്, ചേട്ടാ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങിച്ചു തരാൻ പറയും. ഒന്നില്ലെങ്കിൽ വെറും പാൽച്ചായയിലും മതി, ഞാൻ കഴിച്ചോളും. അല്ലെങ്കിൽ ഒരു മുളക് ബജിയോ അല്ലെങ്കിൽ സുഗീനോ പപ്സോ ആയിട്ട്. ഇന്ന് എനിക്ക് തോന്നിയത് പാനിപൂരി കഴിക്കാനാണ്. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്ക് പാനിപൂരി വേണമെന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു, ആ ഓക്കെ പോകാൻ വയ്യോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ചേട്ടനോടേക്ക് എത്തി. അവിടെ എത്തിയപ്പോൾ ആൾ പറയും, എനിക്ക് പാനിപൂരി വേണ്ട, മസാലപൂരി മതിയെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ചേട്ടനും കൂടെ ഉള്ളത് വാങ്ങിച്ചു. അങ്ങനെ ഒരു പാനിപൂരിയും ഒരു മസാലപൂരിയും വാങ്ങിച്ച് അങ്ങനെ കഴിക്കാൻ തുടങ്ങി. നല്ല ടേസ്റ്റ് കേട്ടോ. നമ്മൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകുമ്പോൾ അത്താണി റോഡുണ്ടല്ലോ, അവിടെയാണ് ഈ കട വരുന്നത്. ഒരു പമ്പിൻ്റെ അടുത്ത കട വരുന്നത്. നന്നായിട്ടുണ്ടാക്കും കേട്ടോ, നല്ല ടേസ്റ്റാണ്. പാനിപൂരി ആയാലും മസാലപൂരി ആയാലും നല്ല ടേസ്റ്റാട്ടോ. അത്യാവശ്യം വൃത്തിയുണ്ട്, അങ്ങനെ അലമ്പോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതൊക്കെ ആൾ സൂപ്പറായിട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. അത് ഞങ്ങൾ കഴിച്ചു. അങ്ങനെ ആ ചൂട് പാനിപ്പൂരി എൻ്റെ വായിലേക്ക് ഞാൻ ഇട്ടപ്പോൾ എനിക്ക് കിട്ടിയൊരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അങ്ങനെ ചേട്ടനും ഞാനും പാനിപൂരിയൊക്കെ കഴിച്ച് പതുക്കെ വീട്ടിലേക്ക് തിരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നെ ഫോളോ ചെയ്യണം, അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, വീഡിയോയിൽ കമൻറ്റ് ഇടണം കേട്ടോ. എന്നെപ്പോലെ വൈകിട്ട് ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ വിശന്ന് വയറും കത്തി വരുന്ന ആൾക്കാരാണോ നിങ്ങളും? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.